ഹലോ ഗൈസ്, വെൽക്കം ടു ARC ഫിഷിംഗ്. ഇത് ഈ ഒരു ഭാഗമുണ്ട്, ഒരു കിടിലം ഭാഗമാണ്. ഇത് പിടിച്ച സ്പോട്ടിലോട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. അത്യാവശ്യം വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ പോകുന്ന ഫിഷിങ്ങിന് പോകുന്ന ടിപ്രയിലാണ്. അതാണ് നമുക്ക് വെള്ളം അവിടെ എത്തുക ഇല്ലെന്നൊന്നും അറിയത്തില്ല. തൊഴാനറിയാവുന്ന ആരുമില്ല. ഇവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇത് ഇടിച്ചൊക്കെ പോടും. അല്ല, അടക്കാണ് വെള്ളം പോണ. കുറച്ചേരം കയറിയ പേടി പോകുന്നാണ് ഇവൻ പറയണത്. ഇനി ടിപ്പർ മാത്രമല്ല കേട്ടോ, വെള്ളമൊക്കെ ഓടിക്കാൻ അറിയാം. ആണ് നമ്മുടെ ടിപ്പറുടെ ഡ്രൈവറും പിന്നെ വെള്ളത്തിൻ്റെ ഡ്രൈവർ. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടുന്നുണ്ട്. അത്യാവശ്യം മീനുള്ള സ്ഥലമാണ്. ഇതിനകത്തൊക്കെ മീൻ വളർത്താണെന്ന് തോന്നല്ലേ? നമ്മളിപ്പോൾ മീൻ വളർത്താൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ട് വേണം. നമുക്ക് JCB ഉണ്ട്, ഹിറ്റാച്ചി. അപ്പോൾ അതിന് ഡീസലും കൂടി ഒഴിക്കണം അവിടെ. അതിന് വേണ്ടി വേണം. ആ കൂട്ടത്തിൽ ഇവിടെ മീനും കൂടി പിടിക്കാനുള്ള സെറ്റപ്പ്. ഇതെന്താ സംഭവം ഇവിടെ? ഇത് സെമിത്തേരിയാണ്. ഇങ്ങോട്ടോടെ വളക്കാൻ വേണം. ഇത്രയും വലിയ ചാടി കൂടിയായിരുന്നു നമ്മൾ. ഇത് ലൂർ ഫാക്ടറിയുടെ ഒരു ഫ്രോഗാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം സ്പിന്നറൊക്കെ നല്ല ഇതാണ്. വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോങ്ങൊക്കെ പോകും. റബ്ബറൊക്കെ നല്ല ക്വാളിറ്റി റബ്ബറാണ്. അതുപോലെ നല്ല ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് തന്നെ അടിച്ച ഹുക്കാവുന്നുള്ളതാണ്. ഇതാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നല്ല ആക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിസൾട്ടുള്ള ഫ്രോഗാണ് കേട്ടോ ഇത്. ഞാൻ കുറച്ച് പേർക്ക് ഒരു വാഗിനെ കിട്ടിയായിരുന്നു. അങ്ങനെ വന്ന് രണ്ടാമത് ഇവിടെ ഒന്നുകൂടി വന്ന് കാസ്റ്റ് ചെയ്യണതാണ്. വെയിലായതുകൊണ്ട് തന്നെ അടിയൊക്കെ കിട്ടാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. ഏതാ ചേർക്ക? ഇതാണ് കിട്ടിയ വാഗ. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. 3 കിലോ ഉണ്ടെന്നല്ല, താസൊന്നുമില്ല, അതിൻ്റെ തൂക്കിയൊന്നും നോക്കിയില്ല. എന്നാലും സാധനം അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ള വാഗയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സാധനമാണ്. എന്നാണെന്ന് ചിലർ ചേറുമീൻ എന്നൊക്കെ പറയും. ഇവിടെ കൂടുതലും വാഗയെന്നാണ് പറയണം. എൻ്റെ കാലിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ അറിയാം. അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. കാലിൻ്റെ വലിപ്പം വെച്ച് എൻ്റെ കാലിൻ്റെ അത്ര ഉണ്ട് അതിൻ്റെ തല തന്നെ. കയ്യിൽ പിടിച്ച് കാണിച്ചു തരുന്നത് നോക്കിയിട്ട് പറയണ്ട. അരയുടെ ഹൈറ്റ് വരെയൊക്കെ ഉണ്ട് അതിന്. ഇതായിട്ട് അത്യാവശ്യം നല്ല വെയിറ്റും ഒക്കെ ഉണ്ട്. നമുക്ക് ഇപ്പോൾ കാണിച്ച ഫ്രോഗിൽ അടിച്ചതാണ്. അത് ലൂർ ഫാക്ടറിയുടെ ഒരു ഫ്രോഗിലാണ് അടിച്ചത്. ചെറിയ ഫ്രോഗാണെങ്കിലും അത് നല്ല ഹുക്കപ്പായിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവന് കിട്ടിക്കഴിഞ്ഞിട്ട് അവൻ കൊണ്ടൊന്ന് കാണിച്ചത്. ഇത് കിട്ടിയത് കൊണ്ടാണ് നമ്മളവിടെ ഉണ്ടായത് ഫ്രോഗ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. ഒരു കുഴപ്പമില്ല. കയറിയടാ, സ്ലോപ്പായിട്ട് കിടക്കല്ലേ, ഇങ്ങനെ പറക്കും. ഇപ്പൊന്നും അടിച്ചിട്ടിങ്ങനെ ചരുവത്തിലിടുമ്പോൾ കാണാം അതിൻ്റെ വലിപ്പം കാണാം. ചരുവത്തിൽ ഫുള്ള് വളഞ്ഞാണ് കിടക്കുന്നത്. നമ്മളിതിന് അച്ചാറിടാൻ പോവുകയാണ്.